എല്ലാ സുഹൃത്തുക്കളെയും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട 10 പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്, അവ എന്തൊക്കെയാണ്? വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിനടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഉപയോഗപ്രദമായ വിവരങ്ങളും ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇനി മുതൽ സ്കൂളുകളിൽ വരുമാന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന് റവന്യൂ മന്ത്രി ശ്രീ സെങ്കോട്ടൈ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഒരു പ്രത്യേക ക്യാമ്പ് നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകാനും അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട്. വൃദ്ധർക്കും വികലാംഗർക്കും റേഷൻ സാധനങ്ങൾ നൽകുന്ന പദ്ധതി തുടർന്നും നടപ്പിലാക്കുമെന്ന് മന്ത്രി ശ്രീ വെങ്കിട്ടരമണൻ പറഞ്ഞു. സ്ത്രീകളുടെ അവകാശത്തുക 2500 ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട് സർക്കാർ ഊർജിതമാക്കിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ബില്ലുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ഉദ്ദേശ്യമില്ലെന്ന് മന്ത്രി നിർമ്മൽ കുമാർ പറഞ്ഞു. പുതിയ റേഷൻ കാർഡുകൾക്ക് അപേക്ഷിച്ചവരും തീർപ്പുകൽപ്പിക്കാത്തവരുമായവർക്ക് സ്മാർട്ട് കാർഡുകൾ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമ്മ ക്യാന്റീനുകൾ മെച്ചപ്പെടുത്തണമെന്നും ഗുണനിലവാരമുള്ള ഭക്ഷണം നൽകണമെന്നും മുനിസിപ്പൽ ഭരണവകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. 10ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളിലെ HMIയെ സമീപിച്ച് താൽക്കാലിക മാർക്ക് ഷീറ്റുകൾ നേടാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. സ്വർണ്ണ വായ്പകളിൽ RBI പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. അതനുസരിച്ച് 2.5 മുതൽ 5 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവർക്ക് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85%, 2.5 മുതൽ 5 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവർക്ക് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 80%, 5 ലക്ഷത്തിൽ കൂടുതൽ വായ്പ എടുക്കുന്നവർക്ക് വായ്പ തുകയുടെ 75% ലഭിക്കും. തമിഴ്നാട്ടിലുടനീളമുള്ള റേഷൻ കടകളിൽ സാധനങ്ങളുടെ വിതരണം ന്യായമായും ക്ഷാമമില്ലാതെയും നടത്തണമെന്ന് മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. വേനൽക്കാല അവധി കഴിഞ്ഞ് ജൂൺ 1 സ്കൂളുകൾ തുറക്കുമെന്ന് മന്ത്രി ശ്രീ രാജ്മോഹൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 1 മുതൽ 3 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ജൂൺ 4 സ്കൂളുകൾ തുറക്കൂ. തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് 4000 സ്കോളർഷിപ്പുകൾ നൽകുന്ന പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രീ വിജയ് ഉത്തരവിട്ടതായി റിപ്പോർട്ട്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനടി ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനലുമായി ബന്ധം നിലനിർത്തുക.